ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചതോടെ ടീമിന്റെ ക്രൈസിസ് മാനായി മാറിയിരിക്കുകയാണ് സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ KL രാഹുൽ. സെമി ഫൈനലിലും ഫൈനലിലുമെല്ലാം ടീം വലിയ സമ്മർദ്ദത്തിൽ നിൽക്കവെയാണ് മികച്ച ഇന്നിംഗ്സുകളുമായി അദ്ദേഹം ടീമിന്റെ രക്ഷകനായി മാറിയത്. പക്ഷേ ക്രെഡിറ്റ് മറ്റു പല താരങ്ങൾക്കും സ്വന്തമായപ്പോൾ രാഹുൽ ടീമിന്റെ വാഴ്ത്തപ്പെടാത്ത ഹീറോയാവുകയും ചെയ്തു. ഈ പ്രകടനത്തിലൂടെ അടുത്ത വർഷത്തെ ICC T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്കും താരം അവകാശവാദവുമായി എത്തുകയാണ്. നിലവിൽ T20 ഫോർമാറ്റിൽ ദേശീയ ടീമിന്റെ ഭാഗമല്ലെങ്കിലും രാഹുലിന് മുന്നിൽ വാതിൽ പൂർണ്ണമായി അടക്കപ്പെട്ടിട്ടില്ല. ടീമിലേക്ക് രണ്ടാം വരവ് അദ്ദേഹത്തിന് തീർച്ചയായും സാധ്യമാവുന്നതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ അടുത്ത T20 ലോകകപ്പിൽ ടീമിൽ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 2023 മുതൽ ICC ടൂർണമെന്റുകളിലുള്ള KL രാഹുലിന്റെ ഗംഭീര റെക്കോർഡാണ് അടുത്ത T20 ലോകകപ്പ് ടീമിലേക്കും അദ്ദേഹത്തെ നിർണായക താരമാക്കി മാറ്റുന്നത്. ടീം ഏൽപ്പിക്കുന്ന ഏത് പൊസിഷനിലും ഏത് റോളിലും കളിക്കാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. 2023 കദിന ലോകകപ്പ് മുതലുള്ള ICC ടൂർണമെന്റുകളിലുള്ള രാഹുലിന്റെ റെക്കോർഡ് കണ്ടാൽ ആരും തന്നെ കൈയടിക്കും. 14 ഇന്നിംഗ്സുകളിൽ നിന്നും 84.57 എന്ന കിടിലൻ ശരാശരിയിൽ 91.94 സ്ട്രൈക്ക് റേറ്റിൽ 592 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. ഒരു സെഞ്ചുറിയും 2 ഫിഫ്റ്റികളും ഇതിൽ ഉൾപ്പെടും. 9 ഇന്നിംഗ്സുകളിൽ 30+ റൺസും താരം സ്കോർ ചെയ്തു. ബാറ്റർ എന്ന നിലയിൽ രാഹുൽ പുലർത്തുന്ന സ്ഥിരതയാണ് ഈ പ്രകടനം ശരിവെക്കുന്നത്. 2023 ഏകദിന ലോകകപ്പിലായിരുന്നു അദ്ദേഹം ടീമിന്റെ ഭാഗമായത്. ടൂർണമെന്റിൽ അദ്ദേഹത്തിന് ലഭിച്ചത് 5ാം നമ്പറായിരുന്നു. ഈ റോൾ അദ്ദേഹം ഭംഗിയാക്കി. 10 ഇന്നിംഗ്സിൽ നിന്നും 75.33 ശരാശരിയിൽ 452 റൺസാണ് രാഹുൽ അടിച്ചെടുത്തത്. ഒരു സെഞ്ചുറിയും 2 ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും. അതിനുശേഷം കഴിഞ്ഞ വർഷം T20 ലോകകപ്പിൽ ഇന്ത്യ മാറ്റുരച്ചെങ്കിലും രാഹുലിന് ടീമിൽ ഇടം ലഭിച്ചില്ല. പകരം ഋഷഭ് പന്താണ് മുഴുവൻ മത്സരങ്ങളും കളിച്ചത്. സഞ്ജു സാംസണിനെ ഒരു കളിയിൽ പോലും ഇറക്കിയതുമില്ല. ഈ വർഷം ചാമ്പ്യൻസ് ട്രോഫി വന്നതോടെ രാഹുൽ വീണ്ടും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി. പക്ഷെ ഇത്തവണ റോളിൽ മാറ്റമുണ്ടായിരുന്നു. 5ാം നമ്പറിൽ നിന്നും അദ്ദേഹം 6ാം നമ്പറിലേക്ക് മാറി. പവർ ഹിറ്ററുകളുടെ റോളും തന്നെ കൊണ്ട് വഴങ്ങുമെന്ന് രാഹുൽ തെളിയിച്ചു. സെഞ്ചുറിയോ ഫിഫ്റ്റിയോ നേടിയില്ലെങ്കിലും ടീമിനെ ഏറ്റവും വിലപ്പെട്ട 30-40+ റൺസ് സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിനായിരുന്നു. 140 എന്ന അവിശ്വസനീയമായ ശരാശരിയോടെയാണിത്. ഉയർന്ന സ്കോർ പുറത്താവാതെ നേടിയ 42 റൺസുമാണ്. ഇന്ത്യൻ T20 ടീമിൽ നിന്നും KL രാഹുൽ നേരത്തെ പുറത്താവാനുള്ള പ്രധാന കാരണം സ്ട്രൈക്ക് റേറ്റിൽ വന്ന ഇടിവായിരുന്നു. ഇതോടെ ഈ ഫോർമാറ്റിൽ അദ്ദേഹം യോജിക്കില്ലെന്നും പലരും വിധിയെഴുതി. അതോടെയാണ് രാഹുലിന്റെ ചീട്ട് കീറിയത്. എന്നാൽ ഇപ്പോൾ ഏകദിനത്തിൽ 5ൽ നിന്നും 6ലേക്ക് മാറിയ ശേഷം അദ്ദേഹം തന്റെ ബാറ്റിംഗ് ശൈലിയും മാറ്റിയിരിക്കുകയാണ്. അനായാസം സിക്സറുകളും ഫോറുകളും എല്ലാം അടിക്കുന്നതിലാണ് രാഹുൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ പല ഗംഭീര സിക്സറുകളും ഇതിനോടകം ശരിവെക്കുന്നു. ഇതേ ശൈലിയിൽ T20യിലും ടീമിനായി മധ്യനിരയിൽ അഗ്രസീവ് ഇന്നിംഗ്സുകൾ കളിക്കാൻ രാഹുലിന് സാധിക്കും. മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും കൂളായിട്ടുള്ള സമീപനവും എല്ലാം ടീമിനെ മുതൽക്കൂട്ടാകും. അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ T20 ലോകകപ്പിലും രാഹുലിനെ ഉൾപ്പെടുത്തുന്ന കാര്യം ഇന്ത്യക്ക് ചർച്ച ചെയ്യാനാകും.